നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. രാജ്യത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറെക്കാലം റെയ്ഡ് നടത്തിയ കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൂടുതലായി വാരിക്കൂട്ടിയത്. കൂടുതൽ തുക സംഭാവന നൽകിയ കമ്പനികൾ ഒന്നുകിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നവരാണ്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഏതോ തരത്തിൽ അനധികൃത സഹായം ലഭിച്ചവർ. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏറ്റവും പണം സമാഹരിച്ച BJP ബോണ്ടുകൾ കൊണ്ടുവന്നത് എന്തിനാണ്? കള്ളപ്പണം രാഷ്ട്രീയ ഫണ്ടിലേക്ക് സമാഹരിക്കാനാണോ ബോണ്ടുകൾ അവതരിപ്പിച്ചത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, BJP വക്താവ് P കൃഷ്ണദാസ് എന്നിവർ. ആദ്യം കൃഷ്ണദാസിലേക്ക്. ശ്രീ കൃഷ്ണദാസ്, ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ടുകളിൽ വഴി ലഭിച്ചത് BJPക്കാണ്. അത് ആരാണ് നൽകിയത് എന്നിപ്പോൾ നമുക്കറിയില്ല. BJPക്ക് ആരാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തതെന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയത് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോസ്പിറ്റൽ സർവീസസ് എന്ന കമ്പനിയാണ്. ഹോട്ടൽ സർവീസസ്. അവർ പേപ്പർ ലോട്ടറി നടത്തുന്നുണ്ട് സിക്കിം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ. പിന്നെ കാസിനോകളുമുണ്ട്. അതായത് ചൂതാട്ടമാണ് അവരുടെ മെയിൻ. ആ കമ്പനിയുടെ അവർ ഏറ്റവും കൂടുതൽ 1000 കോടിയിലധികം രൂപയുടെ ബോണ്ട് വാങ്ങി അവരുടെ പെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെറും 10 കോടി രൂപയാണ്. അവരെവിടെ നിന്നാണ് ഈ 1000 കോടി ഉണ്ടാക്കിയത്? അവർക്കെതിരെയാണെങ്കിൽ 4-5 വർഷമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം നടക്കുകയാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ആണല്ലോ ED അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവർ വാങ്ങിക്കൂട്ടിയ ബോണ്ട് മുഴുവൻ കള്ളപ്പണം കൊണ്ടായിരുന്നു. ആ പണം BJPക്ക് കിട്ടിയോ? ഈ അജിംസെ, നമ്മളുടെ ഈ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017-18 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ രാജ്യത്ത് സുതാര്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. അതുവരെ നമ്മുടെ രാജ്യത്തെ കമ്പനികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ആരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിന് സുതാര്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആര് കൊടുക്കുന്നു എന്നോ, എവിടെ നിന്ന് വരുന്നു എന്നോ, എത്ര പണം കിട്ടിയെന്നോ, അതേത് തരത്തിലുള്ള പണമാണെന്നോ അറിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആര് വാങ്ങുന്നു എന്നുള്ളത് പോലും അതിന് അറിയാനുള്ള സാഹചര്യം നമുക്കുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് UPAയുടെ 10 വർഷക്കാലത്തെ ഭരണം, ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ഭരിച്ചിരുന്ന കാലഘട്ടം. അപ്പോഴാണ് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതികൾ, 2G സ്പെക്ട്രം അടക്കമുള്ള വലിയ അഴിമതികളിൽ മുങ്ങിക്കുളിച്ചൊരു സാഹചര്യം ഉണ്ടായത്. നമ്മുടെ രാജ്യത്ത് ആ തരത്തിലുള്ള വലിയ അഴിമതികൾ നടക്കുന്നതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ആ തരത്തിൽ കമ്പനികൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, മാനദണ്ഡങ്ങളില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിലവിൽ വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിക്കുന്നു. SBI എന്ന് പറയുന്ന ബാങ്കിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചോ അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചോ നമ്മുടെ രാജ്യത്ത് ആർക്കും തർക്കമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരു ബാങ്ക് സംവിധാനത്തിലൂടെ ഏതൊരാൾക്കും ബോണ്ടുകൾ കരസ്ഥമാക്കുകയോ ബോണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയോ ചെയ്തുകൊണ്ട് അതൊരു സുതാര്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം കൃത്യമായി പോകാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി സർക്കാർ രംഗത്ത് വരുന്നു. അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു. അതിലെ കമ്പനികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോണ്ടുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ സംഭാവനയായി ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നു. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക്, പ്രത്യേകിച്ച് ഭരണകർത്താക്കളാണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അവരിലേക്ക് വരുന്ന പണത്തെ സംബന്ധിച്ച് ഒരു സുതാര്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം എന്നുള്ള സുശക്തമായിട്ടുള്ള അഭിപ്രായത്തിൻ്റെയും അതോടൊപ്പം തന്നെ സുതാര്യമായ അഭിപ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണത് നിലവിൽ വരുന്നത്. അത് നാളിതുവരെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു അപാകതയുണ്ട് എന്ന് നാം കണ്ടെത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും, അത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ, ആര് കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചാണെങ്കിലും, എവിടെ നിന്ന് പണം വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണെങ്കിലും, ആർക്കെല്ലാം കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം സുതാര്യമായിട്ടുള്ള ഒരു ബാങ്കിങ് സംവിധാനത്തിലൂടെയാണ് അത് നടക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിൽ കുഴപ്പം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പണം എത്തിയത് എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ പണം കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഞാൻ മിണ്ടാതിരുന്നതുകൊണ്ടാണെന്നറിയാമോ? അങ്ങ് പറഞ്ഞത് മുഴുവൻ ഫാക്ച്വലി എററാണ്. അങ്ങ് പറയുന്നത് ഇത് സുതാര്യമാക്കാൻ വേണ്ടിയാണ് എന്ന ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നതെന്നാണ്. ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വരുന്നതിന് മുമ്പ് ഡയറക്റ്റ് ആളുകൾ പൈസ കൊടുക്കുമായിരുന്നു പാർട്ടികൾക്ക്. അതിൽ സുതാര്യതയില്ലെന്ന് പറയാം. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി
കിട്ടിയ പണത്തിൻ്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ UPA സർക്കാർ ഇലക്ട്രൽ ട്രസ്റ്റുകൾ കൊണ്ടുവന്നു. ട്രസ്റ്റുകൾ പണം നൽകുകയാണ്. ട്രസ്റ്റുകൾ നൽകുന്ന പണത്തിന് ട്രസ്റ്റുകൾ കണക്ക് കാണിക്കണം, വാങ്ങുന്ന പൈസയ്ക്ക് പാർട്ടികളും കണക്ക് കാണിക്കണം. അതിൽ സുതാര്യതയില്ലായിരുന്നോ? ഇലക്ട്രൽ ബോണ്ടുകളിൽ എന്ത് സുതാര്യതയാണുള്ളത്? ആരാണ് നിങ്ങൾക്ക് പണം നൽകിയതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ അറിയാമോ? കോടതിക്ക് പോലും ഇപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ ആരാണ് നിങ്ങൾക്ക് നൽകിയ പണം നൽകിയത് ആരാണെന്ന്. ആളുകൾ എത്ര ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നറിയാം. പിന്നെ എന്ത് സുതാര്യതയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നാം കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ ഈ നാം ആരാണ്? ഇലക്ട്രൽ ബോണ്ടുകൾ വന്ന അന്നു മുതൽ തന്നെ അതിനെതിരെ ആക്ഷേപം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷ കക്ഷികൾ, രാജ്യത്തെ ജനാധിപത്യവാദികൾ, രാജ്യത്തെ സിവിൽ ഗ്രൂപ്പുകൾ. നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച്, ഒരു കമ്പനിയെ സംബന്ധിച്ച്, ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് സംഭാവന കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി എക്സംഷൻസ്, അത് ATG അടക്കമുള്ള ടാക്സ് എക്സംഷൻസ് ലഭിക്കാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനക്കാണെങ്കിലും, ഒരു NGOക്കാണെങ്കിലും, ഒരു സേവനം നടത്തുന്ന സ്ഥാപനത്തിനാണെങ്കിലും, ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ കമ്പനികളിൽ CSR ഫണ്ട് ഉണ്ടല്ലോ, അതൊരു കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടതല്ലേ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലാഭവിഹിതത്തിൻ്റെ ഒരു ശതമാനം, നിശ്ചിത ശതമാനം അവർ സോഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിന് സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത്, അത് എത്രയോ സ്ഥാപനങ്ങളും എത്രയോ വ്യക്തികളും എത്രയോ പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. 1000 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകളിൽ നിക്ഷേപിക്കണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ ചൂതാട്ട കമ്പനിക്ക്, ഈ അനധികൃത ലോട്ടറി കമ്പനിക്ക് 1000 കോടി രൂപ രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വരുമാനം ഉണ്ടാവണം? അവരെയാണെങ്കിൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ED വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ മോൻ ജോപോൾ 2015 BJP-യിൽ ചേർന്ന് പോലും നോക്കി ED വേട്ടയാടാതിരിക്കാൻ, എന്നിട്ട് രക്ഷയുണ്ടായില്ല. എന്നിട്ടാണ് ഈ പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പണം BJP കിട്ടിയോ എന്നാണ് എൻ്റെ ചോദ്യം. അജിംസ് ചോദിച്ചതിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ടല്ലോ. BJP-യിലേക്ക് ആരെങ്കിലും ചേർന്നു എന്നുള്ളതിൻ്റെ പേരിലോ BJP അംഗമാണ് എന്നുള്ളതിൻ്റെ പേരിലോ ആ സ്ഥാപനത്തിനെതിരെ നടപടിക്കൊരു കുറവുണ്ടാവില്ല എന്ന് അജിംസ് സൂചിപ്പിച്ചതിൽ നിന്ന് വ്യക്തമല്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്ത് ED ആണെങ്കിലും അന്വേഷണ ഏജൻസികളാണെങ്കിലും മറ്റ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി മാത്രമല്ല, മേഘ ഇൻഫ്രാസ്ട്രക്ചർ ED റെയ്ഡ് നടന്നതാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട്. എന്തെങ്കിലും നടപടി ഉണ്ടായോ? നടപടിയൊന്നും ഉണ്ടായില്ല. പണം മേഘ ഇൻഫ്രാസ്ട്രക്ചറാണ് 950 കോടി ഇൻവെസ്റ്റ് ചെയ്തത് ഇലക്ട്രൽ ബോണ്ടിൽ. ആ പണം നിങ്ങൾക്ക് കിട്ടിയോ? അജിംസെ, രണ്ടും കൂടി പറയരുത്. ഒന്ന്, BJP-യുടെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ പണം കിട്ടിയോ എന്ന് ചോദിക്കുകയും കൂടി ചെയ്താൽ, ഇത് ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായിട്ടുള്ള പണമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകും. അത് സുതാര്യമായ അന്വേഷണം ഉണ്ടാകും. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കമ്പനിയുടെയും ബോണ്ട് മാറി നിങ്ങൾ പൈസയാക്കി, എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചോ? അജിംസെ, അതിലല്ലോ അതിൻ്റെ സംവിധാനം. നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം SBI-യിൽ നിങ്ങൾ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ആര് കൊടുത്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അത് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ സുതാര്യത മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ആര് കൊടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സുതാര്യതയ്ക്ക് ബാങ്കും ആ ബാങ്കിലേക്ക് വന്നിട്ടുള്ള പണത്തെ സംബന്ധിച്ചും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണതിൽ അവർ ഇടപെടില്ലേ? അവരന്വേഷിക്കില്ലേ? കള്ളപ്പണമാണെങ്കിൽ കണ്ടെത്തില്ലേ? കണ്ടെത്തില്ലേ? നടപടി ഉണ്ടാവില്ലേ? സാന്റിയാഗോ മാർട്ടിനും മേഘ ഇൻഫ്രാസ്ട്രക്ചറിന്റെ MD റെഡ്ഡിയും ഒക്കെ ജയിലിലാണോ കള്ളപ്പണ കേസിൽ? ആണോ? അല്ലല്ലോ. മേഘ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് നിങ്ങൾ ആ കഴിഞ്ഞിടയ്ക്ക് ദുരന്തമുണ്ടായ തുരങ്കത്തിന് നിർമ്മാണം പോലും ഏൽപ്പിച്ചത്. ആ കോൺട്രാക്റ്റ് അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ 950 കോടിയുടെ പ്രതിഫലമാണോ? നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കോൺട്രാക്റ്റുകൾ ആർക്കെങ്കിലും ഏതെങ്കിലും സംവിധാനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനൊരു നടപടിക്രമം പൂർത്തിയാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ നടപടിക്രമം പൂർത്തിയാക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഒരു നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ SBI-യിലേക്ക് പണം നിക്ഷേപിച്ചവരുടെ വിശദവിവരങ്ങളെ സംബന്ധിച്ച് കൊടുക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ആ കേസിൽ ആവശ്യപ്പെട്ട രേഖകൾ SBI ഇലക്ഷൻ കമ്മീഷന് കൈമാറുന്ന സാഹചര്യമുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ രേഖകൾ കോടതിക്ക് കൈമാറുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതിലെന്താ സുതാര്യത കുറവുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. നടക്കും. ഇലക്ഷൻ കൊടുക്കാൻ പറ്റില്ല, 6 മാസം വേണമെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി ഹരീഷ് സാൽവെ, ലോകത്തെ ഏറ്റവും വില കൂടിയ വക്കീലിനെ പോലും ഹാജരാക്കി SBI എന്ന് പറഞ്ഞത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ബാങ്കൊന്നും അല്ലല്ലോ.
അജിംസെ, നമ്മുടെ രാജ്യത്ത് എന്തിനേയും നിങ്ങൾക്ക് സംശയിക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും സംശയിക്കാം. പക്ഷെ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് ഒരു അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ അതിനി സാന്റിയാഗോ മാർട്ടിനല്ല, നിങ്ങൾ പറയുന്ന മേഘയല്ല, ഇനി ഏത് സംവിധാനമാണെങ്കിലും തെറ്റായി പണം കൈകാര്യം ചെയ്യുന്ന സാഹചര്യം എന്റെ ഒരു ഓർമ്മയിൽ 20 കൊല്ലമായി സാന്റിയാഗോ മാർട്ടിനെതിരെ വിവിധ സർക്കാരുകളുടെ അന്വേഷണമുണ്ട്. വിവിധ തരങ്ങളിൽ നിന്ന് അവർക്കെതിരെ ആരോപണമുണ്ട്. അവർ നടത്തുന്നത് അനധികൃത ലോട്ടറിയും ചൂതാട്ടവും പേപ്പർ ലോട്ടറിയുമാണ്. നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. എന്ത് നടപടി സ്വീകരിച്ചു? റെയ്ഡ് അല്ലാതെ. റെയ്ഡ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നടത്തുന്നുണ്ട്. നിങ്ങൾ എന്ത് നടപടിയാണ് സാന്റിയാഗോ മാർട്ടിനെതിരെ സ്വീകരിച്ചത്? ഞാൻ സാന്റിയാഗോ മാർട്ടിൻ്റെ അഭിഭാഷകനോ സാന്റിയാഗോ മാർട്ടിൻ്റെ വക്താവോ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആളുമല്ല. അതിനെ സംബന്ധിച്ച് അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പണം ഇലക്ട്രൽ ബോണ്ടിൽ ആര് നിക്ഷേപിച്ചാലും അത് SBI വഴി മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് SBI ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ രേഖകൾ കൈമാറിയിട്ടുണ്ട്. അതിനെ സംബന്ധിക്കുന്ന രേഖകളെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണെങ്കിൽ അത് സ്വാഭാവികമായി കോടതി ആ നടപടി സ്വീകരിക്കും. 2 അന്വേഷണ ഏജൻസികൾ നടപടി സ്വീകരിക്കും. അങ്ങനെ പണം കൊടുത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്ന കാര്യം സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് കൃഷ്ണദാസിന്റെ. ശ്രീ അനിൽ ബോസ്, അതായത് നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത്, അതായത് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്തൊക്കെ വലിയ അതാര്യതയായിരുന്നു ഈ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്ന കാര്യത്തിൽ. അന്ന് നിലവിലുണ്ടായിരുന്ന ഇലക്ട്രൽ ട്രസ്റ്റ് സിസ്റ്റം, അത് 2013 നിലവിൽ വന്നത്, അതുപോലും സുതാര്യതയില്ലാത്തതായിരുന്നു എന്നാണ് BJPയുടെ ആരോപണം. അവർ സുതാര്യമാക്കാൻ ശ്രമിച്ചതാണ്, കോടതി സമ്മതിച്ചില്ല എന്നാണ് വാദം. നമ്മൾ ഇപ്പം UPA ഗവൺമെൻറ് കാലത്ത് ട്രസ്റ്റ് വഴി നൽകിയിരുന്ന സമ്പ്രദായം അതുപോരാ. നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികളോ വ്യക്തികളോ സംഭാവന കൊടുക്കുന്നത് സ്വീകരിക്കുന്നതിൽ സുതാര്യതയില്ല. അതുകൊണ്ടൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു, നല്ല കാര്യം, നമുക്കതിനൊന്നും പരാതിയില്ല. ഓരോ കാലഘട്ടത്തിലും വരുന്ന ഗവൺമെൻറ്റുകൾ വളരെ കൃത്യമായി വിവിധ നിയമങ്ങളിൽ ഭേദഗതി വരുത്തും, പരിഷ്കരണ നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ബോണ്ട് കൊണ്ടുവന്നത്. ഞാനതിനെ എതിർക്കുന്നില്ല. ഈ ചർച്ചയിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ ചർച്ചയിൽ ഞാനിപ്പോൾ ഒരു തർക്ക വിഷയമായിട്ട് എടുക്കുന്നില്ല. നമ്മുടെ ബോണ്ടിനോട് കോൺഗ്രസിന് എതിർപ്പില്ല ഇലക്ട്രൽ ബോണ്ടിനോട് കോൺഗ്രസിന് എതിർപ്പില്ലാന്നോ? അല്ലല്ല, ഞാൻ പറയുന്നത് അജിംസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആ തർക്കവാദമല്ല ഉന്നയിക്കാൻ പോകുന്നത് എന്നാ പറഞ്ഞത്. തർക്കം ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടല്ലോ, അതല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു വിഷയമെടുത്ത് ചർച്ച ചെയ്യണം. ആ വിഷയത്തിൻ്റെ അതിലൊതുങ്ങി നിന്നുകൊണ്ട് ചർച്ച നടക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ ഇവർ പറഞ്ഞ പ്രകാരം സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് നടപടിയെങ്കിൽ, അതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥാപനമല്ലേ, ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനമല്ലേ, ആ വാദഗതിയും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണ്ടേ? ഒരു കോടതി വ്യവഹാരം, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളടക്കം അതിശക്തമായി ആരോപണങ്ങൾ ഉന്നയിച്ച് അത് ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം കോടതി ഇടപെട്ടിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയും സുതാര്യമായ സ്ഥാപനമാണെങ്കിൽ ഇവർ, താങ്കൾ തന്നെ ഈ ചർച്ചയിൽ ചോദിച്ചതുപോലെ 6 മാസം സാവകാശം ചോദിക്കണം. ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് ഇന്നത്തെ സുപ്രീം കോടതിയിലെ ഇവരുടെ നിലപാടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാങ്കിൽ നിന്ന് കിട്ടിയ രേഖകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം അത് പരിശോധിക്കാൻ ഒരു പകർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹാജരാക്കിയ രേഖകൾ തിരിച്ച് തരണമെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നടന്നിട്ടുള്ള വലിയ കൊള്ള. ഒരു രേഖ ഞാൻ ചോദിച്ചോട്ടെ, സാധാരണ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ അതിൻ്റെ പകർപ്പെടുത്ത് വെച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കൂ? അപ്പോൾ ഇത്രയും 10,000 കോടി രൂപയുടെ ഇടപാട് നടന്നൊരു വിഷയത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലൊരു സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരത്തിന് കോടതിയിലെത്തുന്ന രേഖകളുടെ പകർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെൻറ്റുമായി പങ്കാളിത്തമുള്ള വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർക്കത് ഒരു പകർപ്പ് പോലും സൂക്ഷിക്കുന്നില്ല എന്ന് കോടതി മുമ്പാകെ പറയേണ്ടി വരുന്നത്. മാത്രമല്ല, ബോണ്ട് കൈമാറുമ്പോൾ ആ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രജിസ്റ്ററിൽ രേഖയില്ല, ഞങ്ങൾ നമ്പർ ഇട്ടിട്ടില്ല, ഞങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ 100 രൂപ കൊടുത്താൽ ഒരു സംഭാവന, ഒരു ക്ലബിന് സംഭാവന കൊടുത്താൽ അവർ കൂപ്പണെങ്കിലും എഴുതരില്ലേ? ഒരു റെസിപ്റ്റ് തരില്ലേ? ഇത് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ആ പാർട്ടി മുന്നണി കരുതിയിരിക്കുന്നത്?
എല്ലാ കാലത്തും രാജ്യത്ത് ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണോ ഇവർ കരുതിയിരിക്കുന്നത്? ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ പ്രത്യേക ഹർജിയുമായി സമീപിച്ചത് കൊണ്ടാണ് കോടതിയുടെ ഇടപെടലിൽ അടിയന്തരമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയിൽ രേഖകൾ കൈമാറേണ്ടി വന്നത്. ഇവരാരെയാണ് ഭയക്കുന്നത്? ഇവരെന്തിനെയാണ് പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് രേഖകൾ കൊടുക്കാൻ സാവകാശം ചോദിക്കുന്നത്? സുതാര്യതയെക്കുറിച്ച് പറയുന്ന ഈ മഹാന്മാർ എന്തുകൊണ്ടാണ്? അറിയണ്ടേ? ഇന്ത്യൻ ജനതയ്ക്ക് അത് അറിയാനുള്ള അവകാശമില്ലേ? കോടതിയിൽ ചെല്ലുമ്പോൾ ഈ ബോണ്ട് കൈമാറിയതിനുമായി നമ്പർ ഞങ്ങൾ ഇടാറില്ല, ഞങ്ങളുടെ കയ്യിൽ പകർപ്പില്ല, ഞങ്ങൾക്കിതിന് സാവകാശം വേണം എന്ന് പറഞ്ഞാൽ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമല്ല, സർക്കാരും ബാങ്കുമടക്കം ഒത്തുചേർന്ന് നടത്തിയ വലിയ കൊള്ളയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇവർക്ക് തടിയൂരി മുന്നോട്ട് പോകാൻ കഴിയില്ല. മാനിപ്പുലേഷൻ അദ്ദേഹം സംസാരിച്ച പറഞ്ഞു 2G സ്പെക്ട്രം അഴിമതി. ഈ ചർച്ചയിൽ ഇപ്പോൾ 2G സ്പെക്ട്രം അഴിമതിയെ കുറിച്ച് പറയാൻ റൈറ്റ് ഉണ്ടോ ഇവർക്ക് റൈറ്റ് ഉണ്ടോ? കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാർ 2G സ്പെക്ട്രം ഒരു കുറ്റമായി ഈ നാട്ടിൽ നടന്ന ഒരു അഴിമതിയായി കണ്ടെത്തി അതിന്റെ തെളിവുകൾ സഹിതം ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അഴിമതി നടന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഗവൺമെന്റ് ഈ രേഖയുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രൊപ്പഗണ്ടയിൽ നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടാവും. 2 ലക്ഷം കോടിയുടെ ഊഹ കണക്ക് വെച്ച് അന്നത്തെ UPA ഗവൺമെന്റിനെ ആക്രമിക്കാൻ സൈബർ ഇടങ്ങളിലും രാഷ്ട്രീയ പ്രചാരണത്തിലും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സുതാര്യമായ ഒരു ആരോപണമാണ് ഇവർ അന്ന് ഉന്നയിച്ചിരുന്നെങ്കിൽ ആ UPA ഗവൺമെന്റ് അഴിമതി ചെയ്തുവെങ്കിൽ ആ അഴിമതിക്കാരെ കയ്യാമം വയ്ക്കണ്ടേ? അവരെ ശിക്ഷിപ്പിക്കണ്ടേ? ഇവരുടെ കയ്യിലല്ലേ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന മുഴുവൻ ഏജൻസികളും കോടതികളും എല്ലാം ഇവർ കൺട്രോൾ ചെയ്യല്ലേ? അപ്പൊ നമ്മൾ വെറുതെ ഒരു ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് UPA സർക്കാർ അഴിമതി കാണിച്ചു, അതിനെ നേരിടാനാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവന്ന പദ്ധതിയെ സംബന്ധിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. ഈ സർക്കാരിന് ആ ബാധ്യതയുണ്ട്. അപ്പൊ ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ നടപടിക്രമങ്ങളും അത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയിൽ ബാങ്ക് തന്നു എന്ന് പറഞ്ഞ് ബോണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയതിന് ഒരു പകർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇല്ല എന്ന് പറയുന്ന എത്രയും ബാലിശമായ, എത്രയും ഉത്തരവാദിത്തപരമായ വിരുദ്ധമായ ഒരു നടപടിയാണ് രാജ്യം കാണുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കള്ളപ്പണ കേസിൽ ഇഡി നിരന്തര റെയ്ഡ് നടത്തിയ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത്. ED റെയ്ഡിന് വിധേയമായ കമ്പനികളാണ്. അവർ ആർക്കാണ് കൊടുത്തതെന്ന് നമുക്കിപ്പോൾ അറിയില്ല. BJPക്കാണോ കോൺഗ്രസിനാണോ തൃണമൂലാണോ നമുക്കറിയില്ല. പണം വാങ്ങിയതിൽ 3-ാം സ്ഥാനത്ത് നിങ്ങളാണ്, 2-ാം സ്ഥാനത്ത് തൃണമൂലാണ്. നിങ്ങൾക്ക് ലഭിച്ച പണം മുഴുവൻ സംശുദ്ധമായ പണമാണ്, ഒരു തരത്തിലും കള്ളപ്പണമല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണ്ട് കൈമാറി എന്നാണല്ലോ, ഈ പണമിടപാട് നടത്തിയെന്ന് തന്നെയാണല്ലോ. ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. കോൺഗ്രസിനോ BJPക്കോ അല്ലെ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് തർക്കമില്ലല്ലോ. ഇവിടെ ഒരു നിയമ പോരാട്ടം നടക്കുന്നു. ഇതൊരു വലിയ കൊള്ള നടന്നു എന്ന വിവരം പുറത്തു വരുന്നു. ആ വിവരം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളായാലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ ബോധ്യപ്പെടുത്തൽ സമൂഹത്തിൽ ആവശ്യമാണ്. അത് കോൺഗ്രസ് ആയാലും ബോധ്യപ്പെടുത്തണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ തർക്കം? ഒരു തെരഞ്ഞെടുപ്പിന്റെ പതിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെന്റ് ഒരു കാരണവുമില്ലാതെ ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാണ്, സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അത്രയും തീക്ഷ്ണമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ഗവൺമെന്റ്. എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്, എന്തുകൊണ്ട് ഈ ബാങ്കിന്റെ രേഖകൾ പുറത്തുവിടുന്നതിൽ, അതിൽ വ്യക്തത വരുത്തുന്നതിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമ്പോൾ പോലും അതിന് നമ്പർ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിൽ, കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ, കോടതിയിൽ കൈമാറിയ രേഖകളുടെ പകർപ്പ് പോലും ഇല്ല എന്ന് പറയുന്നതിൽ ഇത് വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇനി കോൺഗ്രസ് പാർട്ടിക്കാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ആരാ തന്നതെന്ന് അറിയണ്ടേ? സമൂഹം അറിയണ്ടേ? കോൺഗ്രസ്സുകാർക്ക് തന്നത് ആരും അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് തന്നത് ആരാന്ന് അറിയണം. അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വം ഉണ്ടതേ. ആ കോടതിയെ മറച്ചു പിടിച്ച് കോടതിയിൽ രേഖകൾ കൊടുക്കാതെ പുറകോട്ട് പോകുന്ന നടപടി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നേതൃത്വത്തിൽ നടന്ന വലിയ കൊള്ളയാണ്. അത് മറയ്ക്കാനുള്ള ശ്രമമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഭരണത്തിന്റെ തടലിൽ നിർത്തിക്കൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടുവിരലിൽ നിർത്തിക്കൊണ്ട് കോടതിയെ പോലും കബളിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പരിധിക്കപ്പുറം ഇവർക്ക് തടഞ്ഞു വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് അതിഭീകരമായ അഴിമതി, അത് ഈ രാജ്യം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ഇതിന്റെ അകത്ത് നടത്തുന്ന വലിയ കൊള്ള അത് ജനം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ഇതിനെതിരെ കൃത്യമായ റിയാക്ഷൻ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോണ്ട് വാങ്ങിയവരുടെ ലിസ്റ്റും
സ്വീകരിച്ച പണം എത്രയാണെന്നുള്ള ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിച്ചത്. അത് സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിട്ടുള്ളത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. അവർക്ക് കേവലം പെയ്ഡ് അപ്പ് ക്യാപിറ്റലായി കേവലം 10 കോടി രൂപയാണ് അവർ കമ്പനി കാര്യ മന്ത്രാലയത്തിൽ കാണിച്ചിട്ടുള്ളത്. 10 കോടി രൂപ മാത്രം പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണ് 1000 കോടി ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിച്ചത് അല്ലെങ്കിൽ സംഭാവന ചെയ്തത്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ പണം കൊടുത്തത് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് നിരന്തരം ED റെയ്ഡ് നടക്കുന്ന ഹൈദരാബാദിലൊരു കമ്പനിയാണ്. അവർ BRSുമായി ബന്ധമുള്ള കമ്പനിയാണെന്നും പറയുന്നു. പിന്നീട് റിലയൻസിൻ്റെ ഒരു ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഹാൽഡിയ എനർജി ലിമിറ്റഡ്, വേദാന്ത ലിമിറ്റഡ്, SL മൈനിങ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഈ പേരുകളൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിൽ കേൾക്കുന്നതാണ് പലതരത്തിലുള്ള. അപ്പോൾ വേദാന്തയാണെങ്കിൽ വേദാന്ത ഇപ്പോൾ കടക്കെണിയിലാണ്. പലപ്പോഴും സർക്കാരിൻ്റെ സഹായങ്ങൾ, പരോക്ഷമായ സഹായങ്ങൾ മൈനിങ് രംഗത്ത് ലഭിച്ചിട്ടുള്ള കമ്പനിയാണ്. പരിസ്ഥിതി നാശമുണ്ടാക്കിയ കമ്പനിയാണ് വേദാന്ത. സുപ്രീം കോടതി പോലും നടപടി സ്വീകരിച്ചാണ് തൂത്തുക്കുടിയിലെ അവരുടെ പ്ലാന്റിനെതിരെ. അങ്ങനെ പലതരത്തിൽ വിവാദമായ കമ്പനികളാണ് ഈ പണം മുഴുവൻ നൽകിയിട്ടുള്ളത്. കള്ളപ്പണമാണ് ഈ ലഭിച്ചത് എന്നുറപ്പല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു വശത്ത് വേട്ടയാടുന്നു, അതേ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക്, അത് ഭരണകക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്നിരിക്കെ പണം കൊടുക്കുന്നു. ഇതിനെന്താണ് വിളിക്കേണ്ടത്? ഇത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും അധാർമികമായ മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കുന്ന വൻകിട കോർപ്പറേറ്റുകളും തമ്മിലുള്ള രഹസ്യ പണമിടപാടിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ കൃഷ്ണദാസ് പറയുന്നത് ഇത് എന്താണ്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണം സുതാര്യമാക്കുന്നൊരു നടപടിയായിരുന്നു. അങ്ങനെയല്ല കൃഷ്ണദാസെ. 2000 മുതൽ ഇന്ത്യയിൽ വേദാന്ത ഉൾപ്പെടെയുള്ള കമ്പനികൾ, അവരുടെ ഇന്ത്യൻ ഫ്രാഞ്ചൈസികളായ സ്റ്റെർലിംഗ് ഇന്ത്യ പോലുള്ള ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ രാഷ്ട്രീയ നേതാക്കൾക്ക്, ഭരണ നേതാക്കൾക്ക് പണം കൊടുക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യക്തികളും സ്ഥാപനങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് പണം കൊടുക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി വേദാന്തയുമായുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പണമിടപാടിനെ നിരീക്ഷിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വേദാന്ത പോലുള്ള ഒരു കമ്പനി, അത് UK ബേസ്ഡ് ആണ്. ആ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് ഈ സ്റ്റെർലിംഗ് ഇന്ത്യ വഴി ആയിരക്കണക്കിന് കോടികൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ വാങ്ങിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന നിലക്കുള്ള നമ്മുടെ നിലനിൽപ്പിനും ഭീഷണിയാണ് ഈ രീതിയിൽ വിദേശ പണം വാങ്ങിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരും വാങ്ങിച്ചിട്ടുണ്ട്, BJPക്കാരും വാങ്ങിച്ചിട്ടുണ്ട്. ആ വിഷയം വളരെ പ്രധാനമായി നമ്മുടെ രാജ്യം, ജനാധിപത്യവാദികൾ, ജനാധിപത്യ വ്യവസ്ഥ സുതാര്യമായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് 2017 മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി ഒരു നിയമജ്ഞനും കൂടിയാണ്. അരുൺ ജെയ്റ്റ്ലി ഈ ബജറ്റ് അവതരണ വേളയിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന കാര്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എന്താ ആദ്യം ചെയ്ത് കൃഷ്ണദാസെ? ആദ്യം ചെയ്ത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് അമെൻഡ്മെൻറ്റ് ചെയ്യുക. എങ്ങനെ? വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് പണം പറ്റിയ രാഷ്ട്രീയ കക്ഷികൾ പണം പറ്റിയാൽ അത് നിയമ സംവിധാനങ്ങളോ അതേപോലെ തന്നെ ധനകാര്യ ഏജൻസികളോ അന്വേഷിക്കാൻ പാടില്ല. അതാണ് പ്രശ്നം. EDക്ക് എന്തും അന്വേഷിക്കാം, പക്ഷേ ഇലക്ട്രൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് പണം പറ്റിയത് EDക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വിദേശ രാജ്യങ്ങളിലെ, അത് ചിലപ്പോൾ അധാർമികമായ വളരെ കുറ്റകൃത്യം, ആഗോളതലത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്പനികളായിരിക്കും. ആ കമ്പനികളിൽ നിന്ന് പണം പറ്റിയാൽ എന്താണ്, ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങൾക്ക് പരിശോധന നിഷേധിക്കുന്ന രീതിയിൽ നമ്മുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ ഭേദഗതി വരുത്തി. നിങ്ങളെപ്പോഴും രാജ്യസ്നേഹം പറയുന്നവരല്ലേ, വലിയ ദേശീയത പറയുന്നവരല്ലേ, ഇത്രയും വലിയ രാജ്യദ്രോഹത്തെ നിയമവൽക്കരിക്കുന്ന ഒരു നിയമമുണ്ടാക്കിയവരാണ് ഇത്. ഇവിടെ അജിംസെ, ഞാനിതിനെ ഒരു സാമ്പത്തിക കുറ്റത്തിൻ്റെ പ്രശ്നമായി പരിമിതപ്പെടുത്തില്ല. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു രാജ്യം, ഇപ്പോൾ വേദാന്ത ഒറീസയിലും അതേപോലെ തന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ വനാന്തരങ്ങളിൽ എന്താണ് ചെയ്തത്? അവർക്ക് കൊടുത്തിരിക്കുന്ന മൈനിങ് ഖനികൾ, പ്രത്യേകിച്ച് ഇരുമ്പ്, അയിര് നിക്ഷേപ മേഖലകൾ, അലൂമിനിയം നിക്ഷേപ മേഖലകൾ, ഈ മേഖലകളിലൊക്കെ എന്താണ് അവർ ചെയ്തത്? ഇൻഡിജിനസ് പീപ്പിളിനോട്, തദ്ദേശീയ ജനതയോട് ഏറ്റവും അനീതി കാണിച്ചു. അവരുടെ വലിയ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളൊക്കെ ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് ഈ അനുമതിയിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോകാതിരിക്കാൻ വേണ്ടി വേദാന്ത സ്റ്റെർലിംഗ് ഇന്ത്യ വഴി ആയിരക്കണക്കിന് കോടികൾ ഒഴുക്കിയത്. ആ കുറ്റകൃത്യത്തിന്, ആ പാപത്തിന് പണം പറ്റിയവരാണ് ഇവിടുത്തെ ഭരണവർഗ പാർട്ടികൾ. ആ ഭരണവർഗ പാർട്ടികൾക്ക് എന്താണ്, അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തെ, അഴിമതിയെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ അവിഹിത കേന്ദ്രങ്ങളിൽ നിന്ന് പണം പറ്റുന്നതിനെ നിയമവൽക്കരിച്ച സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇത് ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ഇവിടെ പോകുന്നില്ല, ഇവിടെ വിശദീകരിക്കാൻ സമയവും നമുക്കുണ്ടാവില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന്, അധാർമിക പണകേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം പറ്റാനുള്ള ഒരു വഴിയാണ്.
അപ്പോൾ അതുവഴി ഇപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഏറ്റവും കൂടുതൽ പണം പറ്റിയിരിക്കുന്നത് BJP ആണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി പണം പറ്റിയിരിക്കുന്നത് ആ സർക്കാർ നിയന്ത്രിക്കുന്ന ഏജൻസികൾ സാമ്പത്തിക കുറ്റത്തിന് അന്വേഷിക്കുന്ന കേസുകളുള്ള കമ്പനികളിൽ നിന്നാണെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെയല്ല വലിയ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. 2G സ്പെക്ട്രം മിസ്റ്റർ കൃഷ്ണദാസ് കൂടെ ഉന്നയിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക. 2G സ്പെക്ട്രത്തെ തുറന്ന് വലിയ ജനവികാരം UPA സർക്കാരിനെതിരായി ഉണ്ടായ ഒരു സന്ദർഭത്തിൽ ആ സാഹചര്യത്തെ ഒരർത്ഥത്തിൽ മുതലെടുത്തുകൊണ്ടുകൂടിയാണ് BJP അധികാരത്തിൽ വന്നത്. മറുഭാഗത്ത് എന്താ ചെയ്തത്? 2G സ്പെക്ട്രം കേസിൽ പ്രതിയാക്കപ്പെട്ട അനിൽ അംബാനി ഉൾപ്പെടെയുള്ള ടാറ്റ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കോൺഗ്രസ് നയിക്കുന്ന UPA സർക്കാർ, ഇടതുപക്ഷവും അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയാൽ കോർപ്പറേറ്റുകൾക്കെതിരായി കേസെടുക്കും. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് നിരുപാധികമായി നിയമ നടപടികളുടെ തടസ്സമില്ലാതെ ഇവിടെ എന്ത് തോന്നിയാസവും കാണിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവില്ല. UPA ഭയപ്പെടുന്നു എന്ന് വന്നപ്പോഴാണ് UPA മാറ്റി തങ്ങൾക്ക് എല്ലാ തോന്നിയാസങ്ങളും ചെയ്യാൻ സഹായകരമായ ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയെ, അതിൻ്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയെ ദേശീയ അധികാരത്തിലെത്തിക്കാനുള്ള തീരുമാനമുണ്ടായത് 2011 വൈബ്രന്റ് ഗുജറാത്ത് നിക്ഷേപമേള. 2G സ്പെക്ട്രം ഒക്കെ ശരിക്കും അഴിമതിയായിരുന്നു നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? 2G സ്പെക്ട്രം അഴിമതിയാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സന്ദേശങ്ങളും ഇതൊക്കെ തന്നെ വിനിമയം ചെയ്യാനുള്ള ഒരു സർക്കാർ വികസിപ്പിച്ചെടുത്തൊരു സംവിധാനമാണ്. അവിടെ നടപ്പാക്കിയ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ആ സ്വകാര്യവൽക്കരണ നടപടികളാണ് അതിൽ അഴിമതിയായിട്ട് വന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് വിറ്റഴിക്കുമ്പോൾ ആ പൊതുസ്വത്ത് ഏറ്റവും കുറഞ്ഞ വിലക്ക് തട്ടിയെടുക്കാൻ കോർപ്പറേറ്റുകൾ രംഗത്ത് വരും. ആ കോർപ്പറേറ്റുകളെ സഹായിച്ചു എന്ന കുറ്റമാണ് 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് വന്നത്. അത് പെരുപ്പിക്കപ്പെട്ട, അത് വലിയ രീതിയിൽ ഒരു വലിയ ദേശീയ വിഷയമാക്കി ഉയർത്തുന്നതിലൊക്കെ തന്നെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകാം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJP 12 ലക്ഷം കോടിയുടെ കണക്കൊക്കെ നിങ്ങളും പറഞ്ഞിരുന്നു വന്ന്. അല്ല, അത് അന്ന് പുറത്തു വന്ന വിവരങ്ങളാണത്. ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്ന അന്വേഷണ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ പുറത്തു കൊണ്ടുവന്ന വിവരമാണ്. ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അന്നത്തെ UPA സർക്കാർ അനിൽ അംബാനി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുത്തില്ലേ? ആ കേസൊക്കെ എടുത്തൊരു സന്ദർഭത്തിൽ നിന്നല്ലേ തങ്ങൾക്ക് ഇഷ്ടം പോലെ പൊതുമേഖലാ സമ്പത്ത്, ഓഹരികൾ ഇഷ്ടം പോലെ തട്ടിയെടുക്കാൻ UPA ഭരണത്തിന് കീഴിൽ അത്ര എളുപ്പമല്ല. കാരണം എന്താണ്? ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പ്രതിരോധം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഒരു അജണ്ട ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു മത അധികാര രാഷ്ട്രീയ ശക്തിയെ, അതിൻ്റെ ഒരു പ്രതിനിധിയെ ദേശീയ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള. ഭാവന വിചാറോറയൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുള്ളതാണ്. മോഡിയുടെ ഇമേജ് എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത്, അതിന് 2G കേസിൽ പ്രതികളായിട്ട് റിലയൻസ് ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾ, ടാറ്റ ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെയാണ് പണം മുടക്കിയത്, ഇതെല്ലാം സംബന്ധിച്ച പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 2004 വരെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നരേന്ദ്രമോദി ഗുജറാത്ത് വംശഹത്യയുടെ ചോരക്കര പുരണ്ട നരാധവനാണ് എന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പത്രങ്ങൾ നരേന്ദ്രമോദിയെക്കുറിച്ച് വിശേഷിപ്പിച്ച് എഡിറ്റോറിയൽ കോളങ്ങളിൽ നരേന്ദ്രമോദിയെ ആരും മാന്യനായി കണ്ടിട്ടില്ല. ചോരക്കറ പുരണ്ട ഒരു കുറ്റവാളിയുടെ പരിവേഷമായിരുന്നു, ആ പ്രതീതിയായിരുന്നു നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും ഉണ്ടായത്. പക്ഷേ 2011, 12, 13 ആകുമ്പോഴേക്കും എന്താണ്? നരേന്ദ്രമോദി പതുക്കെ ഈ ദേശീയ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി മിസ്റ്റർ ഡെവലപ്മെൻ്റായി, വികാസ് പുരുഷനായി. അദ്ദേഹത്തിൻ്റെ ഇമേജ് നരാധവനിൽ നിന്ന് മിസ്റ്റർ ഡെവലപ്മെൻറ്റിലേക്ക് ബിൽഡപ്പ് ചെയ്തെടുത്തു. ഇതൊക്കെ തന്നെ എന്താണ്? കൃത്യമായ ഒരു കോർപ്പറേറ്റ് അജണ്ടയുമായി ബന്ധപ്പെട്ട ആ കോർപ്പറേറ്റ് അജണ്ടയുടെ തന്നെ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് കാണണം. അല്ലാതെ ഇവിടെ കൃഷ്ണദാസ് വാദിച്ച് തോൽക്കുന്നത് പോലെ, വാദിച്ചദ്ദേഹം തോൽക്കുകയാണ്, സ്വയം തോൽക്കുകയാണ്, വാദിച്ച് തോൽക്കുന്നത് പോലെ അത് അഴിമതി ഇല്ലാതാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ പണസമാഹരണത്തെ സുതാര്യമാക്കാനുള്ളൊരു നടപടിയേ അല്ല. രാഷ്ട്രീയ പാർട്ടികൾ അവീതമായ അങ്ങ് പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഭരണകൂടത്തിന്, ഭരിക്കുന്ന പാർട്ടിക്ക് പണം കൊടുക്കാനാണെങ്കിൽ കൊടുത്താൽ മതി, ആ പണം കൊടുത്താൽ അവർക്ക് സഹായിക്കും. ഇതങ്ങനെയല്ലല്ലോ. ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയിൽ ഈ പറയുന്ന ഏറ്റവും നമ്പർ 1 and 2 കമ്പനികളെ കഴിഞ്ഞ 3-4 വർഷമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരന്തരം റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കുന്നത്. ഇതിൽ പറയുന്ന ഈ മേഘ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അവർ ബോണ്ട് വഴിയല്ല, അല്ലാതെ ഡയറക്റ്റായും BJPക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുത്ത ഒരു കമ്പനിയാണ്. ഇനി ഈ ഹൈദരാബാദ് കേന്ദ്രമാക്കി മറ്റൊരു കമ്പനിയുണ്ട്, ഡയറക്റ്റ് പണം കൊടുത്തൊരു കമ്പനി. അവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 2016-17 വർഷം അവർ പണം കൊടുത്തില്ല. കൊടുക്കാഞ്ഞപ്പോൾ 2017 അവർക്ക് റെയ്ഡ് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത് കോർപ്പറേറ്റുകൾ ഭരണകൂടവുമായി കൈകോർക്കുക, അവർക്ക് ഫണ്ട് കൊടുക്കുക, അവരുടെ CSR ഫണ്ട് കൊടുക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ദിസ് ഈസ് സംതിങ് ലൈക്ക് എക്സ്റ്റോർഷൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കോർപ്പറേറ്റുകൾക്ക്, കുത്തക മുതലാളിമാർക്ക്
നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങളിലൂടെ, അതാണ് പണമെറിഞ്ഞ് പണമുണ്ടാക്കുക, അതാണ് ഗാംബ്ലിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ സാന്റിയാഗോ മാർട്ടിനൊക്കെ എന്താണ് ഗാംബ്ലിംഗ് ക്യാപിറ്റലിൻ്റെ ആളാണ്, ചൂതാട്ട മൂലധനത്തിൻ്റെ ആളുകളാണ്. ചൂതാട്ട മൂലധനം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഉൽപ്പാദനപരമായ മാർഗ്ഗങ്ങളിലൂടെ മൂലധനം സമാഹരിക്കുന്ന പണം സമാഹരിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് പണമെറിഞ്ഞ് പണമുണ്ടാക്കലാണ്. ആ പണമെറിഞ്ഞ് പണമുണ്ടാക്കുന്ന കമ്പോള വ്യവസ്ഥയെ ആദർശവൽക്കരിക്കുകയാണ് ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് നടന്നത്. ആ കമ്പോള ആദർശവൽക്കരണവും ഹിന്ദുത്വ വർഗീയതയും ചേർന്ന പാർട്ടിയാണ് BJP. ആ BJPയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പണമെറിഞ്ഞ് പണമുണ്ടാക്കുന്ന സർവ്വ ചൂതാട്ടക്കാരെയും സർവ്വ അഴിമതിക്കാരെയും സംരക്ഷിക്കുക. അവർ കൃത്യമായിട്ട് സർക്കാരിന് വഴങ്ങുന്നില്ലെങ്കിൽ അവർക്കെതിരായിട്ട് എന്തുണ്ടാകും? ED പോകും. ED എന്താണ്? BJPക്ക് പണമുണ്ടാക്കാനുള്ള ഒരു ഏജൻസിയാക്കി മാറ്റുന്നു. മറുഭാഗത്ത് എന്താണ്? BJP എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ തകർക്കാനുള്ള ഏജൻസിയാക്കി, ഉപകരണമാക്കി മാറ്റി. ഇതാണ് നമ്മളിപ്പോൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടി അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇന്ന് 2 കോടി രൂപ പാർട്ടി പത്രം വാങ്ങിയത് വലിയ വിവാദമായിരുന്നു കുറേ വർഷം മുമ്പ്. അത് ജിംസിനും അറിയാം. ഞങ്ങളത് തിരിച്ചറിഞ്ഞപ്പോൾ ആ ബോണ്ട്, ആ പണം തിരിച്ചു കൊടുത്തവരാ. അത് ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുന്നതല്ല. ഞങ്ങളുടെ നിലപാടുകൾക്ക്, സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്ക് വിരുദ്ധമായ രീതിയിലാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ പണം സ്വീകരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പണം തിരിച്ചു കൊടുത്ത പാർട്ടിയാണ് CPM, അതിൻ്റെ മുഖപത്രം. അത് അജിംസിന് അറിയാത്തൊരു കാര്യമല്ല. അങ്ങനെ ഒരു ബാലൻസിങ്ങിന് വേണ്ടി, ഒരു സമീകരണത്തിന് വേണ്ടി ഇവരെല്ലാം ആകുന്നുണ്ട്. CPM അങ്ങനെ കാണണ്ട അജിംസെ. ഇത് ഞങ്ങൾ തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്താണ്, ഇന്നത്തെ ഒരു സമൂഹത്തിനകത്ത് ഞങ്ങളുടെ പാർട്ടിയിലെയും ഏതെങ്കിലും വിഭാഗമോ ഏതെങ്കിലും നേതാക്കളോ ഒക്കെ ഇത്തരം ആളുകളിൽ നിന്ന് പണം ചോദിച്ചിട്ടുണ്ടാകാം, അവർ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ പാർട്ടി അത് തിരിച്ചറിഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധാർമിക കേന്ദ്രങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുക എന്ന നിലപാട് CPM ഇല്ല അജിംസെ. CPM അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. അത് ബക്കറ്റ് പിരിക്കുന്ന പാർട്ടിയാണ്. ബക്കറ്റ് പിരിവുകാരെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഞങ്ങളെ കളിയാക്കാറുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അതിലൊരു നീതിയും ഒരു ധാർമ്മികതയും അതിലൊരു ആദർശാത്മകതയും കാണുന്നവരാണ് ഞങ്ങൾ. ശരി, നേരെ ചൊവ്വേ പണം നൽകാനാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ CSR ഫണ്ടിൽ നിന്ന് പണം നൽകാനുള്ള വ്യവസ്ഥയാണ് ഈ പറയുന്ന ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി പണം നൽകാം. അങ്ങനെയും BJP പണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രൂഡൻറ്റ് ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റാണ് ഏറ്റവും കൂടുതൽ പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും മുന്തിയ വിഹിതം നിങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത്. വളരെ ചുരുങ്ങിയ തുകയാണ് മറ്റു പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഡയറക്റ്റ് സംഭാവന നൽകാം. ഡയറക്റ്റായിട്ടും നിങ്ങൾ സംഭാവന വാങ്ങിയിട്ടുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ടിൽ 2ാം സ്ഥാനത്തുള്ള മേഘ ഇൻഫ്രാസ്ട്രക്ചറാണ് നിങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പണം നൽകുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്. അവരുടെ ലാഭത്തിൻ്റെ ഇത്ര ശതമാനമേ കൊടുക്കാൻ പറ്റൂ, CSR ഫണ്ട് ഇത്ര ശതമാനമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ കണക്കിൽപ്പെടാത്ത പണം ഇങ്ങോട്ട് പമ്പ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതെന്നാണ് അന്ന് ഉയർന്ന വിമർശനം. അത് സാധൂകരിക്കുന്നതാണ് പുറത്തു വന്ന തെളിവുകൾ. കേവലം 10 കോടി രൂപ മാത്രം പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പണമൊക്കെ എവിടെ നിന്നാണ് അന്വേഷിക്കേണ്ടത്? നിങ്ങളുടെ ഏജൻസികൾ അന്വേഷിക്കുക അതൊക്കെ. അജിംസെ, നമ്മൾ അങ്ങ് സ്ഥിരമായി പെയ്ഡപ്പ് ക്യാപിറ്റൽ 10 കോടിയുള്ള കമ്പനി ഇത്രയും പണം നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെന്ത് വിചാരിക്കുന്ന വെച്ചാൽ ആകെ 10 കോടിയുള്ളവൻ എങ്ങനെയാണ് ഈ 1300 ചില്ലാനം കോടി രൂപ കൊടുത്തത് എന്ന് ധരിക്കും. അപ്പോൾ പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു കമ്പനിയോ ഒരു സ്ഥാപനമോ അവരുടെ ആസ്തി കണക്കാക്കുന്നതോ അവരുടെ ബിസിനസ് വോളിയം കണക്കാക്കുന്നതോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അത് മനസ്സിലാവാത്തവരല്ലല്ലോ നമ്മളാരും. നമുക്കെല്ലാം അത് അറിയാമല്ലോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. ഞാനൊരു 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അജിംസ് നേരത്തെ ചോദിച്ച ചോദ്യം. കൃഷ്ണദാസ് എന്നെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഈ പറയുന്ന ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? നിങ്ങൾ വലിയ ആസ്തിയുള്ള കമ്പനിയാണെന്ന് പറയുന്നത്, ഒരു വെബ്സൈറ്റ് വേണ്ടേ അവർക്ക്? അവരെന്ത് സർവീസാണ് കൊടുക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു വെബ്സൈറ്റ് വേണ്ടേ അവരെ ക്ലയൻസിന് കാണാൻ വേണ്ടി? അങ്ങനെ ഒരു വെബ്സൈറ്റ് കാണിച്ചു തരാമോ? അജിംസെ, ഞാൻ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ഉത്തരം പറയാൻ ഇരിക്കുന്ന ആളല്ലല്ലോ. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളല്ലല്ലോ ഞാൻ. അവരുടെ സ്ഥാപനവുമായി എനിക്കെന്താ ബന്ധം? BJPക്ക് എന്താ ബന്ധം? ഞാൻ തിരിച്ചങ്ങയോട് ചോദിച്ചത്, അങ്ങൊരു വിശദീകരണം നൽകിയതുകൊണ്ട് അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു വസ്തുതയെ സംബന്ധിച്ചാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്. അല്ലാതെ ആ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അതൊന്നും എൻ്റെ വിഷയമേ അല്ല. ഞാൻ 2 കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഞങ്ങളെല്ലാം യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാലഘട്ടങ്ങളിൽ ശ്രീ പിണറായി വിജയനും ശ്രീ VS അച്യുതാനന്ദനും തമ്മിലുള്ള കേരളത്തിലെ CPMൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടിയിലെ 2 ഫ്രാക്ഷൻ എന്നുള്ള നിലക്ക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേരളത്തിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട അച്യുതാനന്ദൻ വിരുദ്ധനായിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരാളുടെ പേരാണ് ശ്രീ സാന്റിയാഗോ മാർട്ടിൻ.
അദ്ദേഹം പാർട്ടിയുടെ പത്രത്തിന് കൊടുത്തിട്ടുള്ള പണത്തെ സംബന്ധിച്ച് എത്ര നാളാണ് CPM-ൻ്റെ പാർട്ടി കമ്മിറ്റികളിലും പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി വേദികളിലും ചർച്ചയായതും ഒടുവിൽ ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചതുപോലെ അത് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്ന തരത്തിലേക്ക് തടിയൂരേണ്ട സാഹചര്യം ഉണ്ടായത്? അപ്പോൾ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാടുകൾ നടത്താത്ത ആളുകളാണോ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ? മറ്റൊരു പ്രധാനപ്പെട്ട വശം, ഈ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലാതെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നിട്ടുള്ളത് ഇന്ത്യ മുന്നണിയിലെ ശ്രീ DMK-യുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശ്രീ കരുണാനിധിയുടെ കാലഘട്ടത്തിലും അതിനുശേഷവും അതിനു മുൻപുമുള്ള കാലഘട്ടങ്ങളിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. BJP-യുടെ ഗവൺമെൻറ് വന്നതിന് ശേഷമാണെങ്കിലും BJP ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഏത് സ്ഥാപനത്തിനെതിരെയാണെങ്കിലും അനധികൃതമായ സ്വത്ത് സമ്പാദനമോ അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി മറ്റേതെങ്കിലും ഏജൻസിയാണ് അന്വേഷിക്കേണ്ടതെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി ED അന്വേഷിക്കേണ്ടതാണെങ്കിൽ ED അന്വേഷിക്കുന്ന കാലത്ത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അജിം സർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന PMLA കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാന്റിയാഗോ മാർട്ടിനെതിരെ ഉണ്ടായിട്ടുള്ള നടപടികൾ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചോ ഇടപാടുകളെ സംബന്ധിച്ചോ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ട് നമുക്കറിയില്ല. കേസെടുക്കും, ഒരു 10-12 സ്വത്ത് മരവിപ്പിക്കും. ഈ മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടിക്കൊണ്ട് പോവല്ല, മരവിപ്പിക്കും, അത്രേ ഉള്ളൂ. അത് തിരിച്ചു കിട്ടും അവർക്ക്. എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? സാന്റിയാഗോ മാർട്ടിനെതിരെ 20 വർഷമായി രാഷ്ട്രീയ രംഗത്ത് ആരോപണമുണ്ട്. ഏതെങ്കിലും ഏജൻസികൾ എന്തെങ്കിലും നടപടി എടുത്തായിട്ട് അറിയാമോ? അവരിൽ നിന്ന് പൈസ വാങ്ങി, ഇപ്പോൾ CPM വാങ്ങി എന്ന് പറഞ്ഞില്ല, 2 കോടി രൂപയാണ് തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി അവർ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിന്റെ തുക 1000 കോടി രൂപയാണ്. 1368 1000 കോടിയല്ല. അജിംസെ, നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ നിയമ നടപടി അവരും സ്വീകരിക്കുമല്ലോ. അപ്പം നിയമ നടപടി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് പോലെ തന്നെ സ്ഥാപനങ്ങളും സ്വീകരിക്കും. ഇപ്പം നിങ്ങൾക്കെതിരെ മീഡിയ വണ്ണിനെതിരെ നടപടി ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ നടപടി സ്വീകരിച്ചിട്ടില്ലേ? അപ്പോൾ മീഡിയ വണ്ണിനെതിരെ നടപടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ തലത്തിലൂടെ നടപടി ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ആ സ്ഥാപനത്തിന്റെ അവരുടെ നയത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു, പക്ഷേ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJP കൊടുക്കാൻ പോയില്ല. ഞാൻ ആ തരത്തിലുള്ള ചർച്ചയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ എന്തിനാണ് നേരത്തെ ശ്രീ അനിൽ ബോസ് സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചയുടെ വിഷയത്തിൽ ഒതുങ്ങി നിന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നത്. എൻ്റെ അറിവിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുന്നത് രാജ്യത്ത് വലിയ അഴിമതി നടത്താൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള സംവിധാനങ്ങളോട്. ഏത് തരത്തിലുള്ള സംവിധാനം? ഈ രാജ്യത്ത് നേരിട്ട് അഴിമതി നടത്തി പണം കൈപ്പറ്റിയെന്ന് ആരോപണം കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണെന്നേ പ്രധാനപ്പെട്ട ആളുകൾ. കേരളത്തിൽ എത്രയോ കേസുകളാണ് നിങ്ങളുടെ ആളുകൾക്കെതിരെ ആരോപണമായി രംഗത്ത് വന്നിട്ടുള്ളത്. എത്ര വിഷയങ്ങളിലാണ് നിങ്ങളുടെ സർക്കാരുകൾ പെട്ടിട്ടുള്ളത്? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിൻ്റെ ആരോപണം വന്ന് മറ്റാർക്കെങ്കിലും എതിരെയാണോ? നിങ്ങളുടെ സർക്കാർ ഇരിക്കുന്ന സമയത്തല്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയല്ലേ? ഇനി സാന്റിയാഗോ മാർട്ടുമായി ആരോപണം ഉണ്ടായത് ഇതേ പറയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ? ശ്രീ EP ജയരാജനും ദേശാഭിമാനിയുടെ തലപ്പത്തിരിക്കുന്ന സമയത്തല്ലേ ആരോപണം ഉണ്ടായത്? അപ്പോൾ കേരളത്തിൽ ദേശാഭിമാനിയുടെ നേതൃത്വത്തിൽ CPM-ന്റെ നേതാക്കന്മാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് പണം വാങ്ങിയെന്നുള്ള ആരോപണമാണ് ഉണ്ടായത്. ആ 2 കോടി നിയമവിരുദ്ധവും അഴിമതിയാണ്. അവർ ബോണ്ടായി വാങ്ങി തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ആ 2 കോടി അഴിമതിയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തത്? ആയിരക്കണക്കിന് കോടി രൂപ ഇത്തരം അഴിമതിക്കാരായ കമ്പനികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ നിങ്ങൾ നിയമമുണ്ടാക്കി. ആ 1000 കോടി എവിടെ നിന്നുള്ള പണമാണ്? അവരുടെ സോഴ്സ് എന്താണ്? നിങ്ങൾ അന്വേഷിച്ചോ? നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതും മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കിട്ടുന്നതും മാധ്യമങ്ങൾക്ക് പരസ്യം കിട്ടുന്നതും നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് പത്രം കുറഞ്ഞ വിലക്കല്ലേ കൊടുക്കുന്നത്? അത് സാധാരണക്കാരായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ പൈസക്ക് പത്രം കിട്ടുന്നുണ്ടോ? പത്രം കിട്ടാനുള്ള സൗകര്യമുണ്ടോ? അപ്പം നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടുന്ന പോലെ തന്നെയാണ് ചാനലുകൾക്ക് പണം കിട്ടുന്നതും മാധ്യമങ്ങൾക്ക് പണം കിട്ടുന്നതും. അവരെല്ലാം ആ പണം സ്വീകരിക്കുന്നതും പരസ്യം സ്വീകരിക്കുന്നതും എല്ലാം ആ തരത്തിലുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. ഇതിൽ കുറച്ചുകൂടി സ്വീകരിക്കാനുള്ള സംവിധാനം. പണം നൽകാത്തവർക്ക് വീട് ഓഫീസർ റെയ്ഡ് ചെയ്യാൻ വേണ്ടി ED പറഞ്ഞുവിടാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല. അത് നിങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ വാർത്ത കൊടുക്കും, നിങ്ങൾ ആളുകൾക്കെതിരെ വാർത്ത കൊടുക്കും.
ഓക്കെ, അത്രയല്ലേ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്താൽ മോശമാണ്. ചെയ്യാറില്ലല്ലോ. പണം കൊടുക്കാത്തവർക്കെതിരെ വാർത്ത ചെയ്താൽ മോശമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന അങ്ങനെയല്ല. ഒരു നിയമം ഉണ്ടാക്കുക, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പണം പിരിക്കുക, പണം നൽകാത്തവർക്കെതിരെ ED പറഞ്ഞുവിടുക. ഇതൊരു ഭരണകൂടം ചെയ്യുന്നതും ഏതെങ്കിലും മാധ്യമങ്ങൾ പണത്തിന് വേണ്ടി വാർത്ത ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അജിംസെ ഞാൻ നിങ്ങൾക്കെതിരെയോ ഏതെങ്കിലും ഒരു മാധ്യമത്തിനെതിരെയോ അങ്ങനെ ചെയ്യുമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഓരോരോ സംവിധാനത്തിലിരിക്കുന്ന ആളുകൾ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല, കോൺഗ്രസും DMK-യും CPM ഒക്കെ ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, ജഗദീഷിന്റെ ന്യായമാണത്. ഇന്ത്യരിയർ നഗറിലെ ഞങ്ങൾ മാത്രമല്ല, അവരുണ്ട്. രണ്ടാമത്തെ ന്യായം എന്താണ്? ഞങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണോ ഒരു ധാർമ്മികമായ നിലപാട്? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല അജിംസ് എന്നോട് ചില ഉദാഹരണങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മറ്റു ചില ഉദാഹരണങ്ങൾ പറഞ്ഞു, അത്രമേ അതിനകത്തുള്ളൂ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ബാങ്ക് വഴി നടക്കുന്ന ഒരു നടപടിയുടെ ഭാഗമാണ്. ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക എന്ന് പറയുന്നത് ഒരു വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഇനി അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണെങ്കിലും അവർ ബാങ്കുമായി നടത്തുന്ന ഒരു ഡീലിങ്സാണ്. ബാങ്കിൽ നിന്ന് അത് ആർക്ക് കിട്ടുന്നു എന്നുള്ളത് അവർ സാധാരണ നിലയ്ക്ക് നമ്മുടെ രാജ്യത്ത് ആർക്കാണ് സാധാരണ നിലക്ക് സംഭാവന കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഒന്നുകിൽ ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് കൊടുക്കാം. ഇതിൽ ഏത് ഭാഗത്താണെങ്കിലും ഇപ്പോൾ ആരാണ് ഇവിടെ വെള്ളം പൂശാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷമോ CPM-ഓ? അവർക്ക് കിട്ടിയിട്ടുള്ള പണത്തെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള മാസപ്പടി ഇടപാടുകളെ സംബന്ധിച്ചും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ചും എല്ലാം പുറത്തു വരട്ടെ. അദാനിയെ സംബന്ധിച്ചും അംബാനിയെ സംബന്ധിച്ചുമാണല്ലോ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ അദാനിയെയും അംബാനിയെയൊക്കെ കൊണ്ടുവരികയും അദാനിയുടെ തുറമുഖം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തത് BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ? BJP സംസ്ഥാനം ഭരിക്കുന്നതുകൊണ്ടാണോ? അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കാര്യം പറയുക, മറുഭാഗത്ത് അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി വേട്ടയാടാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. BJP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് കിട്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് സുതാര്യമായ സംവിധാനത്തിലൂടെ മാത്രം നൽകപ്പെടുന്ന കാര്യമാണ്. അതിലേതെങ്കിലും സംശയം ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കാണ് ആ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമല്ലോ. അത് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചോദ്യം ചെയ്യാമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടന ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ആ സംവിധാനത്തെ നിയമപരമായി ചോദ്യം ചെയ്ത ഒരു പാർട്ടിയാണ് CPM. കോൺഗ്രസ് തുടക്കത്തിൽ ചില സംശയങ്ങൾ ഉയർത്തിയെങ്കിലും നിങ്ങൾ ആ ഫണ്ട് വാങ്ങി, നിങ്ങൾ ആ പണം വാങ്ങി. അപ്പോൾ ഇത് തികച്ചും അധാർമികമായ, നിയമവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അത് റദ്ദാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നിങ്ങൾ വാങ്ങിയ പണം, നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അറിയാം, നിങ്ങളുടെ 250 കോടി രൂപ ഇൻകം ടാക്സ് മരവിപ്പിച്ചിരിക്കുകയാണ്. പണം വേണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. പക്ഷേ നിങ്ങൾ ആ വാങ്ങിയ പണത്തിൻ്റെ സ്രോതസ് നിങ്ങൾ കണ്ടെത്തണ്ടേ? തീർച്ചയായിട്ടും നിയമ പോരാട്ടം നടക്കുകയല്ലേ. ഇപ്പോൾ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് തന്നെ കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് മനസ്സിലായിക്കൂ. അപ്പോൾ ഈ വിഷയത്തിൽ വലിയ ഒരു പോരാട്ടം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് കോൺഗ്രസ്സിന് കിട്ടിയാലും അതും പരിശോധിക്കട്ടെ, ആ വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിനുള്ള ധൈര്യം കാണിക്കട്ടെ. പക്ഷെ എന്തുകൊണ്ട് ഗവൺമെൻറ് ബോധപൂർവം ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇലക്ഷൻ കമ്മീഷനെയും അടക്കം വെച്ച് കോടതിയെ ഉൾപ്പെടെ കബളിപ്പിച്ചതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഇന്ന് മഹാരാഷ്ട്രയിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞാണ്, ലോകത്തെ ഞെട്ടിക്കുന്ന വലിയൊരു സ്കാമിനെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു. ഇത് എത്രയോ കാലമായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിൽ കുഴപ്പമുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുക എന്ന് എത്രയോ കാലമായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ CPM-ന്റെ നടപടികളെക്കുറിച്ച് ഇവിടെ കുറേയേറെ കാര്യങ്ങൾ BJP പ്രതിനിധി പറഞ്ഞു. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പിന്നെ 1951 ജനപ്രാതിനിധ്യ നിയമം 29A പ്രകാരം ലാസ്റ്റ് ഇലക്ഷൻ എത്ര % വോട്ട് കിട്ടി CPM-ന്? എത്ര % വോട്ട് കിട്ടുന്ന ആളുകൾക്ക് വരെയാണ് ഇത് സ്വീകരിക്കാൻ കഴിയുക? CPM അതിൽ ക്വാളിഫൈഡ് അല്ലാതെ പോയതുകൊണ്ടാണ് CPM-ന്റെ പേരില്ലാത്തല്ല, അവരുടെ ധാർമ്മികത കൊണ്ടൊന്നുമല്ല. പീപ്പിൾസ് അവസാന ഇലക്ഷനിൽ ഇവർക്ക് എത്ര ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് എന്തിനാണ് ഈ പറയുന്ന വോട്ട് പെർസെന്റേജ്? അത് രജിസ്റ്റേർഡ് പാർട്ടികൾക്കാർക്കും വാങ്ങാം. അല്ലല്ല, വോട്ട് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് ഞാൻ വേണമെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആക്ട് വായിച്ച് കേൾപ്പിക്കാം. ഓൺലി ദ പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്റ്റേർഡ് അണ്ടർ ദ സെക്ഷൻ 29A of the Representation of People Act 1951, 43 of 1951, and which secured not less than 1% of the
vote polled in the last general election to the House of the People or the Legislative Assembly of the state shall be eligible to എത്ര receive the പെർസെന്റേജ് വോട്ട് കിട്ടി കഴിഞ്ഞ bonds. ജനറൽ ഇലക്ഷനിൽ വളരെ എത്ര പെർസെന്റേജ് വോട്ടുണ്ട്? അതിലും എത്രയോ കുറഞ്ഞ വോട്ട്. വോട്ട് മത്സരിക്കുക പോലും ചെയ്യാത്ത പാർട്ടികൾ പോലും ഇതിൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. പേര് ഞാൻ വേണമെങ്കിൽ വായിക്കാം. സിക്കിം ക്രാന്തികാരി മോർച്ച, ഗോവ ഫോർവേഡ് പാർട്ടി, ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ്, മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി, ഗോവയിലെ പാർട്ടിയാണ്, രാഷ്ട്രീയ RJD, സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഇവർക്കൊക്കെ CPM കൂടുതൽ വോട്ട് കിട്ടിയ കഴിഞ്ഞ ജനറൽ ഇലക്ഷനിൽ. അല്ല, ഞാൻ പറഞ്ഞത് നിലവിൽ CPM ധാർമ്മികതയെ കുറിച്ച് പറയുമ്പോൾ അവർ ഏതാണ്ട് ആദർശം കൊണ്ടാണ് ഇത് കൈപ്പറ്റാഞ്ഞത് എന്ന ആ ഒരു നിലപാട് ശരിയല്ല. അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ വിയോജിപ്പാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയത്. ഇപ്പം ഞാൻ ഈ മറ്റു പാർട്ടികളുടെ കണക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് താങ്കൾ ഇപ്പോൾ പേര് വായിച്ചപ്പോൾ അതിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കി എനിക്കിപ്പോൾ മറുപടി പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും എത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടി എന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. നിലവിലുള്ള എൻ്റെ അറിവിലും ബോധ്യത്തിലും നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. വളരെ കൃത്യമായി അഴിമതിക്കെതിരെയാണെങ്കിലും കള്ളപ്പണത്തിനെതിരെയാണെങ്കിലും സംസാരിക്കുന്നതിന് ഇവിടെ വളരെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് പ്രതികരിക്കാൻ കഴിയുന്നത്? ഞങ്ങൾ ഇന്നലകളിൽ ഇപ്പം ഞങ്ങൾക്കെതിരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കാമായി, ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപക്ഷെ തകർച്ചയ്ക്ക് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർന്നു കേട്ട കാര്യമാണ് 2G സ്കാം. അന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനൊരു അഴിമതി നടന്നിട്ടില്ല, അങ്ങനൊരു ഊഹക്കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ്. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ അത് വിശ്വസിപ്പിക്കുന്നതിൽ, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സംഘടനാപരമായ പരാജയം ഉണ്ടായി. അവിടെ BJPയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അന്ന് ഉയർത്തി അവർ നടത്തിയ ക്യാമ്പയിൻ വിജയിച്ചു. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ്റിന് 2G സ്കാം ഒരു സ്കാമായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ആരെങ്കിലും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു വിഷയമെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പ്രചരണങ്ങൾ നടത്തുകയല്ല. ഇവിടെ രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? തുടക്കം തൊട്ട് ഈ ബോണ്ട് എന്ന് പറയുന്ന നടപടിയിൽ വൻ തട്ടിപ്പുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും കോടതിയുടെ മുന്നിൽ അവഹേളിക്കപ്പെട്ട് നിൽക്കേണ്ടി വന്നത്. ബാങ്കിന് രേഖകൾ സമാഹരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ കടത്തിവിടാൻ ഇവർ ശ്രമിക്കുന്നത്. സുപ്രീം കോടതി വിടാതെ പിടിച്ചത് കൊണ്ടാണ് ഇപ്പോഴും നാളത്തെ നടപടി തിങ്കളാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്കകത്ത് ഇതിന്റെ പകർപ്പ് എടുത്തതിന് ശേഷം കൊടുക്കാമെന്ന് പറയുന്നു. തിങ്കളാഴ്ച തുടർന്നും ഈ സംഭവം, ഈ കേസ് ഇതിന് സുപ്രീം കോടതിയിൽ വരികയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ്, സുപ്രീം കോടതിയുടെ ഇടപെടലിൽ നമുക്കൊരു വെള്ളി വെളിച്ചം, ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ഇപ്പോഴും ഈ ഗവൺമെന്റ് ഇന്നലെ വരെ ഒരുക്കുന്ന അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയിട്ടുള്ള ഈ അഴിമതി, അതിൽ നിന്ന് രക്ഷ നേടിയെടുക്കുന്നതിൽ സുപ്രീം കോടതിയുടെ കൃത്യമായ നിലപാടുണ്ടായാൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് വലിയ ഒരു തട്ടിപ്പാണ്, ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഇത് പ്രധാനമന്ത്രി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉയർത്തപ്പെടുന്ന ഒരു വാദം. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികൾക്കും ഈ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടില്ല. മുസ്ലിം ലീഗിന് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടില്ല. അത് ആരും കൊടുക്കാത്തതുകൊണ്ടാണോ അതല്ല ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞ കിട്ടാത്തതുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. കേരള കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. അതേസമയം ഇന്ത്യ മുന്നിലെ പല പ്രമുഖ പാർട്ടികളും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. 2ാം സ്ഥാനം തൃണമൂൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ കിട്ടിയത് തൃണമൂൽ കോൺഗ്രസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ആരും തരാതിരുന്നതാണോ? അതല്ല നിങ്ങൾ കോർപ്പറേറ്റ് ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞൊരു ധാർമ്മികത സ്വീകരിച്ചതാണോ? ഞങ്ങൾ ഈ രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MPമാരാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന് പിറകിലുള്ള അഴിമതിയെ നിയമവൽക്കരിക്കാനുള്ള കോർപ്പറേറ്റ് ഭരണവർഗ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായി തുറന്നു കാണിച്ചത്. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതി വിധിയുടെയും കൂടി പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ചർച്ച വെക്കില്ലല്ലോ. ഈ സുപ്രീം കോടതി വിധിയൊക്കെ വരുന്നതിന് മുമ്പ് 2017 അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റ് പ്രസംഗത്തെ തുടർന്ന് രാജ്യത്ത് നടന്ന രാഷ്ട്രീയ സംവാദങ്ങളിൽ ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് തിയററ്റിക്കലായിട്ട് നിയോ ലിബറൽ കാലത്തെ അഴിമതിയെ നിയമവൽക്കരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിച്ചത് CPM ആണ്. CPMൻ്റെ ജേണലുകളാണ്, CPMൻ്റെ നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങളാണ്. കോൺഗ്രസ്സുകാർ അന്ന് നിഷ്ക്രിയമായിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേസ് വന്നപ്പോൾ അവർ നിലപാട് സ്വീകരിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഴിമതി ഇന്ന് തുടങ്ങിയതല്ല. ഇലക്ട്രൽ ബോണ്ടിന് മുമ്പ് അഴിമതിയുണ്ട്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഹിൻഡൻബർഗ് റിപ്പോർട്ട്. ഇവിടെ ഇപ്പോൾ കൃഷ്ണദാസ് സംസാരിക്കുന്നത് കേട്ടാൽ വിചാരിക്കും BJP എന്ന് പറയുന്ന പാർട്ടി ഒരാളോട് ഒരു നയാപൈസ വാങ്ങാത്ത, ഒരു അഴിമതിയും ചെയ്യാത്ത എന്താണ് ശുദ്ധ പാവം പാർട്ടിയാണെന്ന്. എൻ്റെ കൃഷ്ണദാസേ, ആ ഹിൻഡൻബർഗ് റിപ്പോർട്ടൊന്ന് പരിശോധിച്ചാൽ മതി. അദാനി എന്ന് പറയുന്ന 1980കളുടെ അവസാനം 1 ലക്ഷം രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഒരു ഗുജറാത്തി
ചെറുപ്പക്കാരൻ ഇന്ന് ലോകത്തിലെ ഫോബ്സ് മാഗസിനൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് എങ്ങനെ വന്നു, എങ്ങനെ മൂന്നാം സ്ഥാനക്കാരനായി? അവിടെയാണ് ക്രോണിക് ക്യാപിറ്റലിസം. BJP എന്ന് പറയുന്ന പാർട്ടി ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യത്ത് ഭരണം പിടിച്ച പാർട്ടിയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ സഹായത്തോടു കൂടി അധികാരം പിടിക്കാൻ BJPക്ക് കഴിഞ്ഞ എന്താണ്? പഴയ കോൺഗ്രസിൻ്റെ കാലത്ത് ഉയർന്നു വന്ന ന്യൂജൻ മുതലാളിമാർ, പുത്തൻ കൂറ്റുകാരായ പണക്കാർ മുതലാളിമാർ. ഇപ്പം നിങ്ങൾ നോക്കൂ, ഓഹരി കുംഭകോണം, ഹർഷത് മേത്തയുമായി ബന്ധപ്പെട്ട മുംബൈ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഓഹരി കുംഭകോണം. ആ ഓഹരി കുംഭകോണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് കേതൻ പരേഖ്. ഹർഷത് മേത്തയോടൊപ്പം പ്രതിയായാണ് കേതൻ പരേഖ്. ആ കേതൻ പരേഖാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നത് മൗറീഷ്യസ് റൂട്ട് വഴി ഇന്ത്യയിലേക്ക് അദാനിയുടെ അവിഹിതമായ നിയമവിരുദ്ധമായ പണം വെളുപ്പിച്ചു കൊടുക്കുന്ന, അത്തരം കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്ന കമ്പനിയുടെ ആളാരാണ്? കേതൻ പരേഖാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് അനിൽ ബോസും കൃഷ്ണദാസും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഭരണവർഗ പാർട്ടികൾ 90കളിൽ സ്വീകരിച്ച ഗ്ലോബലൈസേഷൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഏത് മാർഗത്തിലൂടെയും പണമുണ്ടാക്കി രാജ്യത്തിൻ്റെ വിഭവങ്ങളും സമ്പത്തും ഒരു വശത്ത് ചെങ്ങാത്ത മുതലാളിത്തം വഴി മുതലാളിമാർ പണം കുന്നുകൂട്ടുന്നു, അതിനെ കള്ളപ്പണമാക്കി മാറ്റുന്നു. ആ കള്ളപ്പണത്തെ ഒരു തരത്തിൽ വേട്ടപ്പട്ടികളെ പറഞ്ഞുവിടുന്ന പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ പറഞ്ഞുവിട്ട് വേട്ടയാടി അത് സംഭാവനയായി സ്വീകരിക്കുന്നു. ഒരുതരം അധാർമികമായ ധനസമ്പാദനം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ അനിൽ ബോസ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇത്രയും സംസാരിച്ചു.